വാസിഷ്ഠസുധ ഭരദ്വജ അനുശാസനം 17-ാം സർഗം നിർവാണ പ്രകരണം യോഗവാസിഷ്ഠസാരം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പേജ് 423 ഭരദ്വാജ അനുശാസനം 17-ാം സർഗം. വാൽമീകി പറഞ്ഞു, ഇപ്രകാരം മഹാമുനി ഉപദേശിച്ച ജ്ഞാനസാരം മുഴുവൻ കേട്ടിട്ട് രഘുകുലാവതംസമായ രാമൻ ചിലതൊക്കെ സ്വയം തീരുമാനിച്ചു. അങ്ങനെ ശമസുഖപരിപൂർണനായി പൂർണ്ണബോധം നേടി വിരാജിച്ചു. അദ്ദേഹം പരമയോഗിയും ലോകവന്ദ്യനായ ദേവനുമായി മാറി. ശുദ്ധബോധസ്വരൂപം അവലംബിച്ചു. ജനന മരണങ്ങളെ കടന്നു നിന്നു. സ്വയം സകല ഗുണങ്ങൾക്കും ഇരിപ്പിടമായി. ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണവും ലക്ഷ്മീദേവിയുടെ നിവാസസ്ഥാനവുമായി വിളങ്ങി. ജ്ഞാനശക്തി വശംവദനായി രൂപം കൊണ്ട പ്രകടമായ ശുദ്ധ ചിദ്ഘനഭാവം പേറി നിന്നു. അല്പനേരത്തേക്ക് ഉണർന്ന് ചൈതന്യാനന്ദ സമുദ്രത്തിൽ മുഴുകി. പ്രശ്നമെന്നോ ഉത്തരമെന്നോ ഉള്ള വിചാര വിഭാഗങ്ങളെല്ലാം വിട്ടുപോയി. ആനന്ദ അമൃതാശ്രുക്കൾ കണ്ണുകളിൽ ഒഴുകി. ദേഹം രോമാഞ്ചം കൊണ്ട് കഞ്ചുകിതമായി. മഹാസാമാന്യ സത്താരൂപം കൈകൊണ്ട് വ്യാപകമായി ചിത്തായി പ്രകാശിച്ചു. അഷ്ടഗുണൈശ്വര്യം പോലും തൃണപ്രായമാണെന്ന് തോന്നുന്ന ഇടത്തെത്തി. ശിവപദത്തിൽ ഐക്യം പ്രാപിച്ച രാമൻ പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. ഭരദ്വാജൻ ചോദിച്ചു, രാമൻ്റെ സത്യപദപ്രാപ്തി അത്യന്തം ആശ്ചര്യകരം തന്നെ. മുനീശ്വര, ഞങ്ങൾക്കും ഈ അനുഭവസ്ഥിതി എങ്ങനെ വന്നുചേരും? എന്നെപ്പോലുള്ള മൂർഖന്മാർ, ശോച്യന്മാർ, അല്പജ്ഞന്മാർ, പാപികൾ എവിടെ? ബ്രഹ്മാവ് പോലും കാക്ഷിക്കുന്ന രാമൻ്റെ അനുഭവസ്ഥിതി എവിടെ? എൻ്റെ ഗുരുവായ മുനീശ്വര, എനിക്ക് എങ്ങനെയായാൽ വിശ്രമം കിട്ടും? മറുകര കാണാനില്ലാത്ത ഈ സംസാര സമുദ്രത്തെ എനിക്ക് എങ്ങനെ കടക്കാൻ കഴിയും? വാൽമീകി പറഞ്ഞു, ഭരദ്വാജ, ശ്രീരാമചരിതം ആദ്യം മുതൽ വസിഷ്ഠവാക്യങ്ങളെ പിന്തുടർന്ന് ഞാൻ നിന്നെ വിശദമായി കേൾപ്പിച്ചുവല്ലോ. ബുദ്ധി കൊണ്ട് ആലോചിച്ച് വിമർശിക്കൂ. ഞാനും അറിയേണ്ട ചിലത് നിന്നോട് പറയാം. അവിദ്യ കൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നു. അവിദ്യ കൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നു. പ്രപഞ്ചം അല്പം പോലും സത്യമല്ല. അറിവുള്ളവർ ബോധജടങ്ങളെ വേർതിരിച്ച് ഇക്കാര്യം ഗ്രഹിക്കുന്നു. അവിവേകികൾ തമ്മിൽ വാദിച്ചു കഴിഞ്ഞുകൂടുന്നു. ചിത്തിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ല. പ്രപഞ്ചമെന്ന പേരിൽ ഭിന്നമായി എന്താണുള്ളത്? പറയൂ സ്നേഹിത. ബോധസ്വരൂപം അഭ്യസിച്ച് ഉറപ്പിച്ച് തെളിവുള്ളവനായി ഭവിക്കൂ. പ്രപഞ്ചമുണ്ടെന്ന സങ്കല്പം ഒരു തരം ഉറക്കമാണ്. പ്രപഞ്ചം ഉണ്ടെന്ന സങ്കല്പം ഒരു തരം ഉറക്കമാണ്. ഉണർന്നയാളിൻ്റെ ഉള്ളിൽ കളങ്കമില്ലാത്ത ബോധദീപം പ്രകാശിക്കുന്നു. ശൂന്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന പ്രപഞ്ചം ശുദ്ധശൂന്യമാണ്. ശൂന്യസാരമായതുകൊണ്ട് ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോഴും അറിവുള്ളവർ അതുമായി പറ്റിച്ചേരാറില്ല. അനാദിവാസനാദോഷം കൊണ്ടാണ് ഇത് ഉള്ളതെന്ന് തോന്നുന്നത്. ഈ സംസാര കോലാഹലം ഐന്ദ്രജാലികൻ്റെ ഗന്ധർവ നഗരം പോലെ ഇല്ലാത്തതാണ്. 345-ാം പദ്യം. ചിത്തേനഭ്യസ്യ കല്യാണീം ചൈതന്യാമൃതകന്ദളീം സമ്മുഹ്യസി കിമധ്യാസ്യ വാസനാവിഷവീരുധഃ. ചിത്തത്തിൽ കല്യാണീം ചൈതന്യാമൃതകന്ദളീം മംഗളസ്വരൂപമായ ബോധ അമൃതത്തിൻ്റെ മുളപ്പിനെ അഭ്യസിച്ച് വികസിപ്പിക്കാതെ വാസനാവിഷവീരുധഃ വാസനരൂപത്തിൽ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിഷച്ചെടികളെ അധ്യാസ്യ ബോധത്തിൽ വെറുതെ ആരോപിച്ച് കിം സമ്മുഹ്യസി എന്തിനാണ് നീ മോഹബദ്ധനായി തീരുന്നത്? മംഗളസ്വരൂപമായ ബോധാമൃതത്തിൻ്റെ മുളപ്പിനെ അഭ്യസിച്ച് വികസിപ്പിക്കാതെ വാസനാരൂപത്തിൽ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിഷച്ചെടികളെ ബോധത്തിൽ വെറുതെ ആരോപിച്ച് എന്തിനാണ് നീ മോഹബദ്ധനായി തീരുന്നത്? സമ്മുഹ്യസി കിം അധ്യാസ്യ. ശുദ്ധബോധ സത്യത്തിലെ പ്രപഞ്ചഭ്രമത്തെയും ഭ്രമം ഒഴിച്ചു മാറ്റിയിട്ടുള്ള സത്യാനുഭവത്തെയും അധ്യാരോപ അപവാദങ്ങളിൽ കൂടിയാണ് വേദാന്തശാസ്ത്രം വിവരിക്കുന്നത്. വാസനാരൂപത്തിൽ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രപഞ്ചഭ്രമത്തിന് സങ്കല്പങ്ങളിൽ കൂടി രൂപം നൽകി ബോധത്തിൽ വെറുതെ ആരോപിക്കുന്നതാണ് അധ്യാരോപം അഥവാ അധ്യാസം. അധ്യാസ്യവാസന വിഷവീരുധഃ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അധ്യാരോപത്തെക്കുറിച്ചാണ്.
ബോധാഭ്യാസം ശക്തിപ്പെടുത്തി പ്രപഞ്ചഭ്രമത്തെ പുറന്തള്ളി ശുദ്ധബോധ അനുഭവം നേടുന്ന വിധമാണ് അപവാദം. ഈ അപവാദ പ്രക്രിയ അഭ്യസിക്കാതിരിക്കുന്ന സ്ഥിതിയെയാണ് അനഭ്യസ്യ കല്യാണീം ചൈതന്യാമൃത കന്തളീം എന്നും വിവരിച്ചിരിക്കുന്നത്. ഉള്ളതിലില്ലാത്തതിനെ ആരോപിച്ചനുഭവിക്കുന്നതാണ് അധ്യാരോപ പ്രക്രിയ. ആത്മാവിലെ പ്രപഞ്ച അധ്യാരോപത്തെ ഒരു നടൻ തൻ്റെ മേൽ കഥാപാത്രത്തെ അധ്യാരോപിച്ച് അനുഭവിക്കുന്നതിനോട് ഉപമിക്കാം. വാസന, സങ്കല്പം, ബാഹ്യദൃശ്യം ഇതാണ് അധ്യാരോപക്രമം. വേഷം കെട്ടണമെന്ന ആഗ്രഹമാണ് നടനിലെ വാസന. തുടർന്ന് വേഷത്തെയും കഥാപാത്രത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ. അവ നടപ്പാക്കുന്നതോടെ നടനിൽ കഥാപാത്രത്തിൻ്റെ തോന്നൽ. അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മമാണ് പ്രപഞ്ച നാടകത്തിലെ നടൻ. ഒരു നാടകത്തിലെ നടനിലെന്ന പോലെ വാസനാതലവും സങ്കല്പതലവും ബാഹ്യദൃശ്യതലവും ബ്രഹ്മത്തിൽ ആരോപിക്കുന്നതോടെയാണ് ജഗത്തിൻ്റെ തോന്നൽ ഉളവാക്കുന്നത്. പൂർവജന്മത്തിലെ ആഗ്രഹങ്ങളാണ് ബോധത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന വാസനകൾ. പൂർവജന്മത്തിലെ ആഗ്രഹങ്ങളാണ് ബോധത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന വാസനകൾ. തുടർന്ന് അവ നടപ്പാക്കാനുള്ള സങ്കല്പങ്ങൾ. അതോടെ പുറമേ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം. ഇതാണ് അധ്യാരോപക്രമം. ഇനി നടൻ വേഷമഴിച്ചു മാറ്റുന്നത് പോലെ ബോധാഭ്യാസത്തിലൂടെ മുൻപറഞ്ഞ തലങ്ങളെ അഴിച്ചു മാറ്റിയാൽ ജഗത്തില്ലാതാകും. അഖണ്ഡബോധസത്യം ബാക്കി നിൽക്കും. ഇങ്ങനെ ആരോപിത തലങ്ങളെ അഴിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് അപവാദം. അധ്യാരോപം പൂർണ്ണമായാൽ ജഗത് പ്രതീതി, അപവാദം പൂർണ്ണമായാൽ അഖണ്ഡബോധസ്ഥിതി. നടൻ്റെ വേഷമണിയൽ പൂർത്തിയായാൽ കഥാപാത്രത്തിൻ്റെ തോന്നൽ. വേഷമഴിച്ചുമാറ്റൽ പൂർത്തിയായാൽ നടൻ്റെ സ്വരൂപസ്ഥിതി. നട്ടുച്ചയ്ക്ക് മരുഭൂമിയെന്നോ സന്ധ്യാസമയത്ത് കയറിനെയോ ദൂരെ നിന്ന് അവ്യക്തമായി കാണുന്നയാൾ മരുഭൂമിയിൽ ജലപ്പരപ്പിനെയും കയറിൽ സർപ്പത്തെയും അനുഭവിക്കുന്നു. ഇവ അധ്യാരോപിതങ്ങളായ ഭ്രമാനുഭവങ്ങളാണ്. വസ്തുവിൻ്റെ സമീപമെത്തി ജലപ്പരപ്പും പാമ്പും ഇല്ലെന്നറിഞ്ഞ് അനുഭവത്തിൽ നിന്നും പുറംതള്ളിയാൽ മരുഭൂമി, കയറ് എന്ന വസ്തു സ്വരൂപങ്ങൾ അവശേഷിക്കും. ഇങ്ങനെ വസ്തുവിനെ സമീപിച്ച് അതിൻ്റെ അധ്യാരോപിതങ്ങളായ ഭ്രമദർശനങ്ങളെ വസ്തുവല്ലെന്ന് കണ്ട് പുറം തള്ളുന്നതാണ് അപവാദം. ഇത് വസ്തുവല്ല എന്ന് അപവദിച്ച് നിഷേധിക്കുന്നത് കൊണ്ടാണ് അപവാദം എന്ന പദം അന്വർത്ഥമായി തീരുന്നത്. ഉപനിഷത്തുക്കളിൽ പ്രസിദ്ധമായി തീർന്നിട്ടുള്ള നേതി ഇതല്ല പ്രക്രിയ ഈ അപവാദം തന്നെയാണ്. ഒരു സത്യജിജ്ഞാസു ബാഹ്യദൃശ്യതലത്തെയും സങ്കല്പതലത്തെയും വാസനാതലത്തെയും ഇത് വസ്തുവല്ല എന്നപവദിച്ച് പുറന്തള്ളിക്കൊണ്ട് അഖണ്ഡബോധമായ വസ്തുവിനെ സമീപിക്കുന്ന പ്രവൃത്തി തന്നെയാണ് നേതി പ്രക്രിയ. ബോധാഭ്യാസം ശക്തിപ്പെടുത്തി അപവാദ പ്രക്രിയയിലൂടെ അധ്യാരോപത്തെ പുറന്തള്ളി സത്യസ്വരൂപം പ്രാപിക്കാനാണ് വാൽമീകി ഭരദ്വാജനോട് ആവശ്യപ്പെടുന്നത്. വാൽമീകി തുടർന്നു, ജ്ഞാനസ്വരൂപത്തെ ആശ്രയിക്കാതെ താഴോട്ടിറങ്ങിയതുകൊണ്ടാണ് ഈ ജാഗ്രത് പ്രപഞ്ചത്തിലേക്ക് പതിക്കാനിടയായത്. ജ്ഞാനസ്വരൂപത്തെ ആശ്രയിക്കാതെ താഴോട്ടിറങ്ങിയതുകൊണ്ടാണ് ഈ ജാഗ്രത് പ്രപഞ്ചത്തിലേക്ക് പതിക്കാൻ ഇടയായത്. എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങൾക്കുമുപരി നിരാശ്രയമായി നിൽക്കുന്ന സത്യമാണ് ശുദ്ധബോധം. നിപുണമായി ആത്മസ്വരൂപാനുഭവത്തിൽ എല്ലാ ജഡദൃശ്യങ്ങളെയും വലിയിച്ചു ചേർക്കുമ്പോൾ മാത്രമേ വിദ്യാനദി വ്യക്തമായി പരന്നൊഴുകി നിറയൂ. ഭരദ്വാജ, ആദിയില്ല, അന്തമില്ല, കാണപ്പെടുന്നതൊന്നുമില്ല, മദ്യവുമില്ല. ഈ ജഗത്ത് വെറും സ്വപ്നതുല്യം. വെള്ളത്തിലെ കുമിളകൾ പോലെ എല്ലാ ഭേദഭാവങ്ങളും വെറും അജ്ഞാന സൃഷ്ടികൾ. ബോധസമുദ്രത്തിൽ ക്ഷണം കൊണ്ട് പൊന്തിമറയുന്ന ആരോപിത ദൃശ്യങ്ങൾ. 346 ശ്ലോകം. സുശീതളോദകനദീം വിദിത്വാ പ്രവിഗാഹ്യതാം ബഹിർഭ്രാന്തിനിദാഘാസ്തേ നര്യാന്തു കലിതാശുച. ഉള്ളിൽ ഒഴുകി നിറയുന്ന അഖണ്ഡബോധമാകുന്ന ശീതള ജലം കൊണ്ട് നിറഞ്ഞ ജ്ഞാനനദിയെ അറിഞ്ഞ് വെറുതെ ആരോപിക്കപ്പെട്ട വേനൽ ഭ്രാന്തി നിന്നിൽ നിന്നും അകന്നു പോകട്ടെ. വെറും അജ്ഞാന സമുദ്രമാണ് പ്രപഞ്ചമായി ഇളകി മറിഞ്ഞ് മുന്നിൽ നിൽക്കുന്നത്. അവിദ്യയുടെ കാറ്റിൽ പൊന്തിവന്ന ഞാൻ എന്ന തിരയാണ് ഇതിലെ ആദ്യ ഘടകം. തുടർന്ന് മമതാരൂപത്തിൽ പ്രകടമായ ചുഴി സ്വൈരമായി പ്രവർത്തിക്കുകയാണ്. അതോടെ ഈ സമുദ്രത്തിൽ രാഗദ്വേഷങ്ങളെന്ന മുതലകളും സ്വൈരസഞ്ചാരം ആരംഭിച്ചു. ഇത്രയുമായാൽ പിന്നെ അനർത്ഥമാകുന്ന പാതാളത്തിലേക്കുള്ള പ്രവേശം ആർക്കു തടയാൻ കഴിയും? ഒരിക്കൽ കൂടി വായിക്കാം.
ഉള്ളിൽ ഒഴുകി നിറയുന്ന അഖണ്ഡബോധമാകുന്ന ശീതള ജലം കൊണ്ട് നിറഞ്ഞ ജ്ഞാനനദിയെ അറിഞ്ഞ് വെറുതെ ആരോപിക്കപ്പെട്ട വേനൽ ഭ്രാന്തി നിന്നിൽ നിന്നും അകന്നു പോകട്ടെ. വെറും അജ്ഞാന സമുദ്രമാണ് പ്രപഞ്ചമായി ഇളകി മറിഞ്ഞ് മുന്നിൽ നിൽക്കുന്നത്. അവിദ്യയുടെ കാറ്റിൽ പൊന്തി വന്ന ഞാൻ എന്ന തിരയാണ് ഇതിലെ ആദ്യ ഘടകം. തുടർന്ന് മമതാരൂപത്തിൽ പ്രകടമായ ചുഴി സ്വൈരമായി പ്രവർത്തിക്കുകയാണ്. അതോടെ ഈ സമുദ്രത്തിൽ രാഗദ്വേഷങ്ങളെന്ന മുതലകളും സ്വൈരസഞ്ചാരം ആരംഭിച്ചു. ഇത്രയുമായാൽ പിന്നെ അനർത്ഥമാകുന്ന പാതാളത്തിലേക്കുള്ള പ്രവേശനം ആർക്ക് തടയാൻ പറ്റും? പ്രശാന്താമൃതകല്ലോല കേവലാമൃതവാരിധൗ മത്ത മജ്ജസി കിം ദ്വൈതഗ്രഹ ക്ഷാരാബ്ധിവീചിഷു. പ്രശാന്തങ്ങളായ അമൃത കല്ലോലങ്ങൾ കൊണ്ട് നിറഞ്ഞ കേവല ആനന്ദ സമുദ്രമുള്ളപ്പോൾ ദ്വൈത ചീങ്കണ്ണികളോടുകൂടി ഇളകി മറിയുന്ന ഉപ്പുസമുദ്രത്തിലെ തിരകളിൽ നീ എന്തിനു മുങ്ങി മറയുന്നു? ആരുണ്ട്, ആരു പോയി, ആർക്ക് എവിടെ നിന്ന് എന്ത് കിട്ടി എന്നൊക്കെ ആലോചിക്കൂ. ആരുണ്ട്, ആരു പോയി, ആർക്ക് എവിടെ നിന്ന് എന്ത് കിട്ടി എന്നൊക്കെ ആലോചിക്കൂ. എന്തിനീ മായാമോഹത്തിൽ നിരന്തരം മുങ്ങിക്കഴിയുന്നു? ഇവിടെ ഒരേ ഒരു ബോധതത്വമേ നിലവിലുള്ളൂ. ജഗത്ത് അതുതന്നെയാണ്. അതിൽ നിന്ന് ഭിന്നമായി എന്തുണ്ടെന്ന് വിചാരം ചെയ്യൂ. കുഞ്ഞ് എന്തിനിങ്ങനെ ദുഃഖിക്കുന്നു? ബ്രഹ്മത്തിലെ വിവർത്തമായ ഈ ജഗത്ത് വിചാരം ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്കുള്ളതല്ലേ? ബ്രഹ്മത്തിലെ വിവർത്തമായ ഈ ജഗത്ത് വിചാരം ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്കുള്ളതല്ലേ? ഒരു മാറ്റവുമില്ലാത്ത ആനന്ദത്തെ സമാശ്രയിക്കുന്നവരല്ലേ ധന്യർ? സത്യമറിയാത്തവർ പെട്ടെന്ന് ദുഃഖിക്കുന്നു, പെട്ടെന്ന് സന്തോഷിക്കുന്നു. സത്യമറിയുന്നയാൾ എല്ലാം കണ്ട് പുഞ്ചിരിച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിന് ഈ മോഹം ഒരു ഭ്രമം മാത്രം. ഈ സൂക്ഷ്മതത്വം അവിദ്യ കൊണ്ട് മറയ്ക്കപ്പെട്ടുപോയി. മനുഷ്യന് ചിലപ്പോഴൊക്കെ സ്ഥലജലഭ്രാന്തി സംഭവിക്കാറില്ലേ? അതുപോലെ ഭൂമി മുതലുള്ള പഞ്ചഭൂതമയമായ ജഗത്ത് പോലും പരമാണുരൂപത്തിലോ പ്രാണരൂപത്തിലോ നശിക്കാതെ നിൽക്കുന്നു എന്നല്ലേ കരുതപ്പെടുന്നത്? അപ്പോൾ ഒന്നും നഷ്ടമാകുന്നില്ലല്ലോ. മനുഷ്യന് ചിലപ്പോഴൊക്കെ സ്ഥലജലഭ്രാന്തി സംഭവിക്കാറില്ലേ? അതുപോലെ ഭൂമി മുതലുള്ള പഞ്ചഭൂതമയമായ ജഗത്ത് പോലും പരമാണുരൂപത്തിലോ പ്രാണരൂപത്തിലോ നശിക്കാതെ നിൽക്കുന്നു എന്നല്ലേ കരുതപ്പെടുന്നത്? അപ്പോൾ ഒന്നും നഷ്ടമാകുന്നില്ലല്ലോ. പിന്നെ എന്തിനീ ദുഃഖം? അസതസംഭവോ നാസ്തി നാസ്ത്യഭാവ സതസഖേ ആവിർഭാവതിരോഭാവ സംസ്ഥാനാനാമയീ പരേ. അസതഃ സംഭവഃ നാസ്തി, ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവുകയില്ല. സഖേ സതഃ അഭാവഃ നാസ്തി, സഖേ ഉള്ളതൊരിക്കലും ഇല്ലാതാവുകയുമില്ല. നാനാമയീ ആവിർഭാവ തിരോഭാവ സംസ്ഥ, പലതുണ്ടെന്ന് തോന്നിക്കുന്ന ഉണ്ടായി മറയൽ പ്രക്രിയ പരേ, സനാതനമായ ഏതോ ഉള്ളതിൽ സംഭവിക്കുന്ന ഒരു കളി മാത്രം. ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവുകയില്ല. സഖേ ഉള്ളതൊരിക്കലും ഇല്ലാതാവുകയുമില്ല. പലതുണ്ടെന്ന് തോന്നിക്കുന്ന ഉണ്ടായി മറയൽ പ്രക്രിയ സനാതനമായ ഏതോ ഉള്ളതിൽ സംഭവിക്കുന്ന ഒരു കളി മാത്രം. നാനാമയീ പരേ, ഒരു സനാതന സത്യത്തിലെ വെറും കളിയാണ് ഈ സ്ഥിതി. ഒരു സനാതന സത്യത്തിലെ വെറും കളിയാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാര പ്രക്രിയ. ഏകത്വത്തിലെ കളിയാണ് നാനാത്വം. ബോധദ്വൈതത്തിലെ ഭ്രമമാണ് ജഡദ്വൈതം. എന്തുകൊണ്ട്? ഉണ്മ, ഇല്ലായ്മ ഇവ രണ്ടും വെളിച്ചവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ട് ഉള്ള വെളിച്ചവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ട് ഉള്ളത് ഇല്ലാതാകില്ല, ഇല്ലാത്തത് ഉണ്ടാവുകയുമില്ല. ചുരുക്കത്തിൽ ഒന്നും പുതുതായി ഉണ്ടാകുന്നില്ല, ഒന്നും നശിക്കുന്നുമില്ല. അപ്പോൾ ഉണ്ടാകുന്നതായും നശിക്കുന്നതായും കാണുന്നതോ ഒരു നാശവുമില്ലാതെ സനാതനമായി നിലവിലുള്ള ബോധസത്യത്തിലെ വെറും നാമരൂപ വിവർത്തം. ചുരുക്കത്തിൽ നാനാത്വത്തിൻ്റെ ഉദയാസ്തമനങ്ങൾ, അഖണ്ഡബോധത്തിലെ വെറുമൊരു കളി. ഇവിടെ ദുഃഖത്തിനെന്ത് പ്രസക്തി? വാൽമീകി തുടർന്നു. എന്നാൽ അനേകം ശരീരങ്ങൾ പൊന്തിക്കാണപ്പെടുമ്പോൾ രാഗദ്വേഷങ്ങൾ ഉദയം ചെയ്യുന്നു. അതിന് പരിഹാരമായി അവയിൽ നിറഞ്ഞു നിൽക്കുന്ന ജഗദ്ഗുരുവായ ബോധസത്യത്തെ കണ്ടറിയൂ. ദുരിതങ്ങൾ ഇപ്പോഴും വിട്ടുമാറുന്നില്ലെങ്കിൽ സത്യനിഷ്ഠനായ ഗുരുവിനെ ശരണം പ്രാപിക്കൂ. 349 പദ്യം. സാകാരം ഭജതാവത്വം യാവത് സത്വം പ്രസീദതി നിരാകാരേ പരേ തത്വേ തതസ്ഥിതിരകൃത്രിമാ. തൽക്കാലം മനസ്സ് അത്യന്ത ചഞ്ചലമാണെങ്കിൽ ഈശ്വരന് ഏതെങ്കിലും ഒരു രൂപം സങ്കല്പിച്ച് ധ്യാനം ശീലിക്കണം.
സാകാരധ്യാനം കൊണ്ട് ഏകാഗ്രപ്പെടുന്ന മനസ്സ് ശുദ്ധമായി പ്രസന്നമാകും. തുടർന്ന് നിരാകാര സത്യത്തിൽ സ്വതേ ഉറച്ചു നിൽക്കാൻ ഇത് കരുത്തുറ്റതാകും. ഈശ്വരൻ്റെ സാകാര രൂപങ്ങളെല്ലാം ധ്യാനമുറയ്ക്കാനുള്ള ഉപാധികൾ മാത്രം. ഈശ്വരൻ്റെ സാകാര രൂപങ്ങളെല്ലാം ധ്യാനം ഉറയ്ക്കാനുള്ള ഉപാധികൾ മാത്രം. ഈ അജ്ഞാന തമസ്സെന്ന ശത്രുവിനെ ജയിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കാനായി ഇന്ദ്രിയങ്ങളെ പാട്ടിലാക്കി വിശ്വാസപൂർവം ധ്യാനം ശീലിക്കണം. ഉള്ളിൽ ഏകാഗ്രപ്പെട്ട ബുദ്ധി കൊണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്ന ബോധരൂപനായ ആത്മാവിനെ കണ്ടെത്തണം. ഈ ധ്യാനദൃഷ്ടി സുവ്യക്തമായി നിനക്ക് തെളിയാനിടവരട്ടെ. വെറും പൗരുഷവും കർമ്മവും കൊണ്ടിത് സാധ്യമല്ല. മഹേശ്വര അനുഗ്രഹം കൂടിച്ചേരുമെങ്കിൽ മനുഷ്യനെല്ലാം നേടാൻ കഴിയും. ആഭിജാത്യമോ ചാരിത്ര്യമോ നയമോ പരാക്രമമോ ഒന്നുമല്ല പ്രധാനം. സഖേ, പൂർവജന്മ കർമ്മങ്ങളാണ് ബലമായി പിന്തുടരുന്നത്. പ്രതിവിധി നിശ്ചയിക്കാൻ കഴിയാത്ത പൂർവകർമ്മ അനുഭവങ്ങളിൽ ദുഃഖിച്ചിട്ടെന്ത് പ്രയോജനം? പ്രതിവിധി നിശ്ചയിക്കാൻ കഴിയാത്ത പൂർവകർമ്മ അനുഭവങ്ങളിൽ ദുഃഖിച്ചിട്ടെന്തു പ്രയോജനം? ഒരിക്കൽ കൂടി വായിക്കാം. പ്രതിവിധി നിശ്ചയിക്കാൻ കഴിയാത്ത പൂർവകർമാനുഭവങ്ങളിൽ ദുഃഖിച്ചിട്ടെന്ത് പ്രയോജനം? പ്രാരബ്ധ കർമാനുഭവം ഒഴിവാക്കാൻ ഈശ്വരന്മാർക്ക് പോലും സാധ്യമല്ല. സത്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു നടന്നതുകൊണ്ടോ സാമർഥ്യം കാണിച്ചതുകൊണ്ടോ സംസാരമോഹം മാറിക്കിട്ടുന്നതല്ല. ദ്വൈത ചിന്തയിൽ മോഹിക്കുന്നിടത്തോളം അചിന്തനീയമായ നിയതി ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹേ ഭരദ്വാജ, വിവേകം കൊണ്ട് മോഹത്തെ ജയിക്കൂ. അസാമാന്യമായ ജ്ഞാനനിഷ്ഠ നിന്നെ അനുഗ്രഹിക്കും. സംശയമേ വേണ്ട. ധീരനായ ചക്രവർത്തി രാജ്യം നഷ്ടപ്പെട്ടാലും തളരുന്നില്ല. അല്പബുദ്ധിയായവൻ നിസ്സാരമായ നഷ്ടത്തിലും പരിക്ഷീണനായി ഭവിക്കുന്നു. പുണ്യസഞ്ചയം കൊണ്ട് ബഹുജന്മങ്ങളിലൂടെ നേടേണ്ടതാണ് ജ്ഞാനം. ജീവൻ മുക്തന്മാരെ കൊണ്ട് അവരുടെ ജീവിതം നോക്കി ജ്ഞാനനിഷ്ഠ ഊഹിക്കാവുന്നതാണ്. ജീവൻ മുക്തന്മാരെ കണ്ട് അവരുടെ ജീവിതം നോക്കി ജ്ഞാനനിഷ്ഠ ഊഹിക്കാവുന്നതാണ്. ജീവികളെ ദ്വേഷിക്കുന്നതാണ് കർമ്മബന്ധം. നിഷ്കളങ്കമായി സ്നേഹിക്കുന്നതാണ് മോക്ഷം. സജ്ജനങ്ങളുടെ സത്കർമ്മം പൂർവ്വപാപങ്ങളെ ഇല്ലാതാക്കുന്നു. വർഷധാര കാട്ടുതീയെ നശിപ്പിക്കുന്നത് പോലെ. ഭരദ്വാജ, മനസ്സുകൊണ്ട് കർമ്മസംഘം ഉപേക്ഷിച്ച് ബ്രഹ്മഭാവനയിൽ മുഴുകൂ. അങ്ങനെയായാൽ ഈ സംസാര പ്രവാഹത്തിലെ ചുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. പുറമേയുള്ള വിഷയങ്ങളിൽ സത്യമെന്നു കരുതി സംഘം പുലർത്തുന്നിടത്തോളം ഈ വികൽപ്പഭ്രമം തുടരും. സമുദ്രത്തിലെ തിരകൾ അടങ്ങിയാൽ ജലം നിശ്ചലമായി നിൽക്കും. നിന്നെ അന്ധനാക്കി തീർക്കുന്ന ഈ ശോകത്തിന് ഒരിക്കലും വഴങ്ങരുത്. ഈ കൂരിരുട്ടിൽ ജ്ഞാനമാകുന്ന വടി നിനക്ക് സദാ സഹായമായി ഭവിക്കട്ടെ. ഗുണങ്ങളുടെ ഗരിമയെ നീ ഒരിക്കലും വിഗണിക്കരുത്. ഹർഷശോക തരംഗങ്ങൾ അവിടെ പുൽക്കുടികൾ പോലെ പിൻവാങ്ങിക്കൊള്ളും. ഊഞ്ഞാൽ പോലെ അഹോരാത്രം ആടിക്കൊണ്ടിരിക്കുന്ന ഈ ജഗത്ത് ജനന മരണ വികാരങ്ങളിൽപ്പെട്ടുലയുകയാണ്. ഇതിൽ ദുഃഖിക്കുവാൻ എന്തുള്ളൂ? ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. അനവരതം തുടരുന്ന ഈ കാലഗതിയിൽ ആശ്ചര്യം തോന്നാൻ എന്തിരിക്കുന്നു? കാലസർപ്പത്തിൻ്റെ ഈ കളിയിൽ വിശേഷമായിട്ടാരുമില്ല, ഒന്നുമില്ല. ദേവശരീരങ്ങൾ പോലും കാലാന്തരത്തിൽ നശിക്കുന്നവയാണ്. അപ്പോൾ അല്പകാലം മാത്രം നിലനിൽക്കുന്ന മർത്യ പിണ്ഡങ്ങളുടെ കഥ പറയാൻ എന്തിരിക്കുന്നു? ദേവശരീരങ്ങൾ പോലും കാലാന്തരത്തിൽ നശിക്കുന്നവയാണ്. അപ്പോൾ അല്പകാലം മാത്രം നിലനിൽക്കുന്ന മർത്യപിണ്ഡങ്ങളുടെ കഥ പറയാൻ എന്തിരിക്കുന്നു? ദേഹത്തിന് അല്പം സുഖം വന്നാൽ ഇന്ദ്രിയവശകനായ മനുഷ്യൻ തുള്ളിച്ചാടി രസിക്കുന്നു. അല്പം ദുഃഖം വന്നാൽ കണ്ണുനീർ വാർത്തു കരയുന്നു. സംസാര നാടകത്തിൻ്റെ വൈചിത്ര്യം നോക്കൂ. ത്യജ ശോകമമംഗല്യം മംഗളാനി വിചിന്തയ ചിദാനന്ദഘനസ്വച്ഛമാത്മാനം ച വിഭാവയ. ഭരദ്വാജ, ശോകം വെടിയൂ. അത് അമംഗളമാണ്. മംഗളങ്ങൾ ചിന്തിച്ചുറപ്പിക്കൂ. ബോധാനന്ദ ഘന നിർമ്മലമായ ആത്മാവിനെ സദാ സർവത്ര ഭാവന ചെയ്യൂ. സുഖ ദുഃഖ കല്ലോലങ്ങളിൽ ഇളകിമറിയുന്ന ഈ ക്ഷണഭംഗുരമായ സംസാരത്തെ ചിന്തിച്ച് അറിവുള്ളവൻ ഒരിക്കലും ദുഃഖിക്കുന്നില്ല. ഭരദ്വാജ, നീയും ദുഃഖം പൂർണ്ണമായി വെടിയൂ. ശ്രുതിപ്രസിദ്ധമായ സത്യത്തിൽ ഉറപ്പുവന്ന ദേവന്മാർ, ദ്വിജന്മാർ, ഗുരുക്കന്മാർ, സജ്ജനങ്ങൾ എന്നിവരെ സമാരാധിക്കുന്നവർക്ക് നിശ്ചയമായും മഹേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകും. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ഭരദ്വാജാനുശാസനം നാമ 17 സർഗഃ.
അടുത്തത് 18-ാം സർഗം, യോഗവാസിഷ്ഠം, യോഗവാസിഷ്ഠസാരം, വാസിഷ്ഠസുധയിലെ അവസാനത്തെ സർഗം. വസിഷ്ഠ രാമചന്ദ്ര സംവാദ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.